ദിനോസറുകൾ പോലെയുള്ള വന്യജീവികൾ നമ്മുടെ ഭൂമിയെ അടക്കി വാണിരുന്ന കാലം. ഭൂമുഖത്ത് നിന്ന് ദിനോസറുകൾ ഉൾപ്പെടെയുള്ള ജീവവർഗം തുടച്ചു മാറ്റപ്പെട്ടതിന് ശേഷമാണ് മനുഷ്യന്റെ വരവ്. പക്ഷേ ഇന്നേവരെ തങ്ങളുടെ പൂർവികരുടെ അന്ത്യം എങ്ങനെയായിരുന്നുവെന്ന് കണ്ടുപിടിക്കാൻ മനുഷ്യനായിട്ടുമില്ല. ആകെ കൂടി അറിയാവുന്നത് 6.6 കോടി വർഷത്തിന് മുമ്പ് ഭൂമിയിൽ വന്നിടിച്ച ഒരു ഭീമൻ ഉൽക്കയാണ് ദിനോസറുകളുടെ അവസാനത്തിന് തുടക്കം കുറിച്ചത് എന്ന കാര്യം മാത്രമാണ്. കിലോമീറ്റർ കണക്കിന് നീളമുള്ള ആ ഉൽക്ക വന്നിടിച്ച് രൂപപ്പെട്ടതാണ് മെക്സിക്കോയിലെ ചിറ്റ്സ്യൂല വിള്ളൽ. അതിനെ ചുറ്റിപ്പറ്റിയാണ് പഠനങ്ങളും ഏറെ നടക്കുന്നത്. ഉൽക്കയുടെ ആഘാതത്തിലുണ്ടായ പൊടിപടലങ്ങളും അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചുണ്ടായ ചാരവുമെല്ലാം ആകാശത്ത് ഒരു പാളിയായി മാസങ്ങളോളം സൂര്യപ്രകാശത്തെ മറച്ചുവെന്നായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അങ്ങനെ ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എത്താതെയായി. ഭക്ഷ്യശൃംഖല താളം തെറ്റി സകല ജന്തുക്കളും ചത്തൊടുങ്ങുകയും ചെയ്തു. എന്നാൽ ഭൂമിയെ മൊത്തം തണുപ്പിക്കാൻ തക്ക പൊടിപടലങ്ങളോ ചാരമോ ഒന്നും ഉൽക്ക വന്നിടിച്ചാൽ ഉണ്ടാകില്ലെന്നാണ് പുതിയ കണ്ടെത്തൽ. മാത്രവുമല്ല, ഇവയ്ക്ക് അന്തരീക്ഷത്തിൽ മാസങ്ങളോളം നിൽക്കാനുമാകില്ല. അതേസമയം ഉൽക്കയുടെ ഇടിയാൽ രൂപപ്പെട്ട സൾഫ്യൂരിക് ആസിഡ് തുള്ളികൾ അന്തരീക്ഷത്തിൽ തങ്ങിയതാണ് പ്രശ്നമായതെന്നാണ് പുതിയ ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഇവയ്ക്ക് നിന്ന നിൽപ്പിൽ എത്ര കാലം വേണമെങ്കിലും അന്തരീക്ഷത്തിൽ തങ്ങാനാകുമെന്നതിനാൽ ഈ വാദത്തിന് അല്പം ശാസ്ത്രീയ ബലവും കൂടുതലുണ്ട്. ഉൽക്ക വന്നിടിച്ച ഭാഗത്തെ പാറകളിൽ വൻതോതിൽ സൾഫറിന്റെ അളവ് കണ്ടെത്തിയിട്ടുണ്ട്. പാറ ഉരുകി സൾഫർ ചേർന്ന വാതകം അന്തരീക്ഷത്തിലേക്ക് ഉയരുകയായിരുന്നു. മുകളിൽ നീരാവിയുമായി ചേർന്നതോടെ സൾഫേറ്റ് എയറോയ്സുകളും രൂപപ്പെട്ടു. ഇവയാകട്ടെ മാസങ്ങളോളം യാതൊരു കുഴപ്പവുമില്ലാതെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയും ചെയ്യും. അതുവഴി ഭൂമിയിൽ കൃത്രിമ കൂളിംഗ് സംവിധാനവും രൂപപ്പെട്ടു. പോട്സ്ഡാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ഇംപാക്ട് റിസർച്ചിലെ ഗവേഷകരാണ് ജിയോഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സ് എന്ന ജേണലിൽ ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചത്. സൂര്യപ്രകാശം തടയപ്പെട്ടത് മാത്രമല്ല, സമുദ്രങ്ങൾ തണുത്തുറഞ്ഞതും കൂടി ചേർന്നാണ് ദിനോസറുകളുടെ അന്ത്യത്തിന് കാരണമായത്. ദിനോസറുകളുടെ കൂട്ടമരണം സംബന്ധിച്ച് അന്ന് ഉൽക്ക വന്നിടിച്ചതിന് ശേഷം ഭൂമിയിലെ താപനില 27 ഡിഗ്രിയിൽ നിന്ന് 5 ഡിഗ്രി സെൽഷ്യസ് ആയി കുറഞ്ഞു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലായിരുന്നു ദിനോസറുകൾ പ്രധാനമായും ജീവിച്ചിരുന്നത്. അത്തരം കാലാവസ്ഥയോട് പരിചയിച്ചു വന്ന അവയ്ക്ക് പെട്ടെന്നുണ്ടായ 22 ഡിഗ്രിയുടെ താഴ്ച താങ്ങാനായതുമില്ല. മാത്രവുമല്ല, ഫ്രീസിംഗ് പോയിന്റിന് താഴെയായിരുന്നു അന്ന് ആഗോളതലത്തിലെ ശരാശരി താപനില. അതും 3 വർഷത്തേക്ക് തുടർച്ചയായി. ചെടികളെല്ലാം കരിഞ്ഞുണങ്ങിയതോടെ ദിനോസറുകളും മറ്റ് ജീവജാലങ്ങളുമെല്ലാം പട്ടിണിയാവുകയായിരുന്നു. 6.6 വർഷം മുൻപത്തെ കാലാവസ്ഥാ പാറ്റേൺ തയ്യാറാക്കിയ ഗവേഷകർ മറ്റൊന്നുകൂടി കണ്ടെത്തി. ഭൂമിയിൽ തണുപ്പ് കൂടിയതോടെ മഞ്ഞുപാളികളുടെ കനം കൂടി. സമുദ്രത്തിൽ അത് നിറഞ്ഞു. സമുദ്രോപരിതലത്തിലെ ജലം തണുത്ത് സാന്ദ്രത കൂടിയ അവസ്ഥയിലായി. അതോടെ ആ തണുത്ത ജലം അടിത്തട്ടിലേക്ക് ഒഴുകിയിറങ്ങി. താഴെ നിന്ന് ചൂട് കൂടിയ വെള്ളവും ഒട്ടേറെ പോഷക സമൃദ്ധമായ വസ്തുക്കളും മുകളിലേക്ക് ഇരച്ചെത്തി. ഇത് ആൽഗകൾ രൂപപ്പെടാൻ കാരണമായി. സൾഫ്യൂരിക് ആസിഡുമായി ചേർന്ന് രൂപപ്പെട്ടതിനാൽ ഈ ആൽഗകളെല്ലാം വിഷലിപ്തമായിരുന്നു. അതോടെ സമുദ്രത്തിലെ ജീവജാലങ്ങളും ചത്തൊടുങ്ങാൻ തുടങ്ങി. തൊട്ടുപുറകെ തീരപ്രദേശത്തെ ആവാസ വ്യവസ്ഥയും നശിച്ചു. പിന്നീട് സൾഫ്യൂരിക് ആസിഡ് തുള്ളികളുടെ പാളി പതിയെ അന്തരീക്ഷം വിട്ടു തുടങ്ങി. എങ്കിലും 30 വർഷമെടുത്തു പഴയ രീതിയിലേക്ക് എല്ലാം തിരികെ എത്താൻ. ഈ പഠനം നടത്തിയ ഗവേഷകർ ഒരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഒരു ഉൽക്ക വന്നിടിക്കുന്നയത്ര ആയുസ്സേ മനുഷ്യവർഗത്തിനും ഉള്ളൂ. അഥവാ വന്നിടിച്ചില്ലെങ്കിൽ തന്നെ നിലവിലുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ആഗോളതാപനം കൊണ്ട് തന്നെ ക്രേറ്റേഷ്യസ് യുഗത്തിന് സമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും. ഭൂമിയിലെ രാജാക്കന്മാരായിരുന്ന ദിനോസറുകളുടെ അന്ത്യം ഇപ്പോഴത്തെ കിരീടം വയ്ക്കാത്ത മനുഷ്യരാജാക്കന്മാർക്കുള്ള ഓർമ്മപ്പെടുത്തലാണെന്ന് ചുരുക്കം. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.